ശ്രീനിവാസൻ ഒരു മണ്ടനൊന്നുമല്ലല്ലോ, പെട്ടെന്ന് ഒരു ആക്ടിവിസ്റ്റായി മാറാനോ. ശ്രീനിവാസന് വ്യക്തമായ കുറേ അഭിപ്രായങ്ങളുണ്ട് നമ്മുടെ കൃഷിയെ പറ്റിയും രാസവളങ്ങളുടെ ദുരുപയോഗത്തിനെ പറ്റിയും കീടനാശിനികളുടെ ദുരുപയോഗത്തെ പറ്റിയും പിന്നെ നമ്മുടെ അലോപ്പതി മരുന്നുകളിലെ ചൂഷണത്തെ പറ്റിയിട്ടൊക്കെ ശ്രീനിവാസന് വ്യക്തമായ അഭിപ്രായങ്ങളുണ്ട്. അതായത് ശ്രീനി നല്ലോണം വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒഴിവുള്ള സമയത്ത് മുഴുവൻ ശ്രീനി ഇതിനെപ്പറ്റി പഠിക്കുന്ന ഒരാളാണ്. സാഹിത്യത്തിന് അപ്പുറത്ത് ഇത്തരം കാര്യങ്ങൾ വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. അത് ശ്രീനിവാസൻ എവിടെയെങ്കിലും ചെന്നിട്ട് അഭിപ്രായ പ്രകടനം നടത്തിയാൽ അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയാണ്. ഇന്ന് വരെ സീരിയസ് ആയിട്ട് ശ്രീനിവാസൻ അലോപ്പതി ചികിത്സയെ തള്ളി പറഞ്ഞിട്ടില്ല. സീരിയസ് ആയിട്ട് തമാശയ്ക്ക് ചിലപ്പോൾ പറയുന്നുണ്ട്, മനസ്സിലായില്ലേ കാര്യം. പക്ഷേ എല്ലാ അലോപ്പതി മരുന്നുകളും കുറ്റം പറയുന്നതായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതുപോലെ മറ്റത് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന കീടനാശിനികൾ കൊണ്ട് ഉപയോഗിക്കുന്ന പച്ചക്കറികൾ ഉപയോഗിക്കരുതെന്ന് വളരെ ഷാർപ്പായിട്ട് ശ്രീനിവാസൻ പറയുന്നു. അത് വലിയ പരിധി വരെ സത്യം തന്നെയാണ്. മാറ്റം വന്നു. തൃശ്ശൂർ മാർക്കറ്റിൽ 30% തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികളുടെ എണ്ണം കുറഞ്ഞു. അത് ചെറിയ തൃശ്ശൂർ മാർക്കറ്റൊക്കെയായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയാം മാമ്പഴം ഇതൊന്നും പഴയ പോലെ വന്ന് ഇവിടെ ചിലവാകുന്നില്ല. കാരണം ഇതിലൊക്കെ വിഷമുണ്ടെന്നുള്ളത് പറയാൻ കാരണം ഒരാൾ ശ്രീനിവാസൻ കൂടിയാണ്. പിന്നെ മറ്റൊന്ന്, ശ്രീനിവാസനായാലും ഞാനായാലും ഇത് പറയൽ മാത്രമല്ല, നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്ന ആൾക്കാരാണ്. ശ്രീനിവാസൻ അതിമനോഹരമായി കൃഷി ചെയ്യുന്ന ഒരാളാണ്. അതിൽ ശ്രീനിവാസൻ നഷ്ടം വരുന്നുണ്ട്, ചിലപ്പോൾ ലാഭം കിട്ടുന്നുണ്ട്. 14 ഏക്കറോളം ശ്രീനിവാസൻ ലീസിനെടുത്തിട്ട് വയനാട്ടിൽ പച്ചക്കറി ചെയ്യുന്നുണ്ട്. എത്ര പേർക്ക് അറിയാൻ ഒരു ശ്രീനിവാസൻ ഇപ്പം സ്വന്തം വീടിൻ്റെ ബാക്കിൽ, എൻ്റെ വീട് പോലെ ഒന്നുമില്ല, എൻ്റെ പിന്നിൽ വലിയ കൃഷിത്തോട്ടമാണ് ശ്രീനിവാസൻ്റെ. കാലത്ത് ഒരു 6 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പുള്ളി ആ കൃഷിത്തോട്ടത്തിലേക്ക് ഇറങ്ങുന്നത്. പുള്ളി പച്ചക്കറി ചെയ്യാണ് നേരിട്ട് തന്നിട്ട്. അതൊന്നും വിമർശിക്കുന്നവർ മനസ്സിലാക്കുന്നില്ല, മനസ്സിലായില്ലേ. ഒരു പച്ചക്കറി കടയുണ്ട് ശ്രീനിവാസന്, കണ്ടനാട് എന്ന സ്ഥലത്ത് ഓർഗാനിക് വെജിറ്റബിൾസിൻ്റെ കടയുണ്ട്. 30 ഏക്കറോളം നിലത്ത് കീടനാശിനി ഇല്ലാതെ കൃഷി ചെയ്യുന്നുണ്ട്, നെല്ല്. ആ നെല്ല് ശ്രീനിവാസൻ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെറും പ്രസംഗമല്ല, ശ്രീനിവാസൻ പ്രാവർത്തികമാക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ആശുപത്രികളിലെ ചൂഷണത്തിനാണ് ശ്രീനിവാസൻ എതിർക്കുന്നത്. ആശുപത്രികളിൽ ചൂഷണമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഡോക്ടേഴ്സ് ഇഷ്ടം പോലെ നല്ല ഡോക്ടേഴ്സുണ്ട്, നല്ല ചികിത്സാ രീതിയിലുണ്ട്. പല കാര്യം ഇപ്പോൾ ശ്രീനിവാസന് എന്നൊരു അസുഖം വന്നപ്പോൾ പെട്ടെന്ന് അലോപ്പതി ചികിത്സയാണ് വേണ്ടി വന്നത്. ഫേസ്ബുക്ക് ഭയങ്കരമായ, അപ്പോൾ അത് പലതും തെറ്റിദ്ധരിക്കപ്പെട്ട. ശ്രീനിയുടെ വാട്സപ്പിലൊക്കെ ശ്രീനിയുടെ ഫേസ് വെച്ചിട്ട് കുറേ അഭിപ്രായങ്ങൾ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ശ്രീനിവാസൻ്റെ അടുത്ത് ചോദിക്കും, ഇത് നിങ്ങളെപ്പോൾ പറഞ്ഞു? അപ്പോൾ ശ്രീനി വായിച്ചു നോക്കിയിട്ട് ഞാനിത് എവിടെ പറഞ്ഞു എന്നറിയാം.